കേരള നിയമസഭയിൽ 140 സീറ്റുകളാണുള്ളത്. പ്രതിപക്ഷം പറയുന്നു 100 സീറ്റ് ഉറപ്പായും പിടിക്കും. ഭരണപക്ഷം പറയുന്നു 110 സീറ്റ് പിടിക്കും എന്ന്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ 210 സീറ്റ് ആവുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടാകും. അല്ലാതെ രാഷ്ട്രീയ കക്ഷികൾ, മുന്നണികൾ എന്തു പറയുന്നു എന്നതല്ല, മറിച്ച് ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്താണ്. പലപ്പോഴും UDF പറയുന്ന 100 എന്ന് പറയുന്നത് ചില കണക്കൂട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതും ഒരുപക്ഷെ ഊതിപ്പെരുപ്പിച്ച കണക്കാകാം. പക്ഷേ LDF പറയുന്ന 110 പിന്നിൽ യഥാർത്ഥത്തിൽ ബേസ് മെറ്റീരിയലായി കാര്യമായി ഒന്നും തന്നെ അവതരിപ്പിക്കാൻ ശ്രീ പിണറായി വിജയനോ CPM സംസ്ഥാന സെക്രട്ടറിക്കോ ഒന്നും കഴിയുന്നില്ല. അവിടെയാണ് ആൻറ്റി ഇൻകംബൻസിയെ, ഭരണവിരുദ്ധതയെ എങ്ങനെയാണ് മറികടക്കുന്നത്. ഈ വികസിത കേരളം എന്നാണല്ലോ പറയുന്നത്. LDFന് വികസിത കേരളത്തിന് കൈത്താങ്ങൽ നൽകാൻ LDFൻ്റെ വോട്ട് എന്നാണ് പ്രചരണമെങ്കിൽ, ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാകാത്ത വികസനം ഇനിയൊരു 5 വർഷം കൊണ്ട് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ജനം വളരെ പ്രബുദ്ധരായ ജനമാണ്. അതുകൊണ്ട് വികസനം എന്ന വാക്ക് പറയുമ്പോൾ, ഭരണപക്ഷം വികസനം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് 10 വർഷം അധികാരത്തിലിരുന്നൊരു കക്ഷി അല്ലെ മുന്നണി വികസനം എന്ന് പറയുമ്പോൾ, വികസനത്തിന് LDFൻ്റെ വികസന പദ്ധതികൾ ഷോക്കേസ് ചെയ്യുകയും ഭാവി വികസന പദ്ധതികളുടെ പേരിൽ വോട്ട് ചോദിക്കുകയും ചെയ്യാനാണ് ഭാവമെങ്കിൽ ട്രാക്ക് റെക്കോർഡ് മാത്രമാണ് ഉണ്ടാവുക. ട്രാക്ക് റെക്കോർഡ് തീരെ മോശമൊന്നുമാണെന്ന് പറയാനാവില്ല. CPMൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ അഴിമതി, കെടുകാര്യസ്ഥത എല്ലാമുണ്ട്, ധിക്കാരം, അഹങ്കാരം എല്ലാമുണ്ട്. പക്ഷേ ട്രാക്ക് റെക്കോർഡ് ശരാശരി ഒരു കേരള ഗവൺമെൻറ് ആയിരുന്നു കഴിഞ്ഞ 10 വർഷവും. കോവിഡ് കാലഘട്ടത്തിൽ സാമാന്യം ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു എന്ന ഒരു മെറിറ്റാണ് UDFനെ തള്ളി LDFന് കൊടുത്ത കേരളത്തിൻ്റെ മാൻഡേറ്റ്. പക്ഷേ ഇന്നത് ബാധകമല്ല. കഴിഞ്ഞ 5 വർഷം മുൻപത്തെ സാഹചര്യം ഇന്ന് കേരളത്തിൽ ബാധകമല്ല. അതുകൊണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 110 സീറ്റുകൾ എന്ന് പറയുന്നത്? 110 സീറ്റുകൾ വരേണ്ടത് എവിടെ നിന്നാണ്? അത് പറയണമല്ലോ. ഇവിടെ നിന്നാണ് വരേണ്ടത്. അപ്പോൾ UDF പിടിച്ച, കഴിഞ്ഞ പ്രാവശ്യം UDF പിടിച്ച 40 സീറ്റുകൾ 30 കുറയും. അല്ലെങ്കിൽ BJPക്ക് 2-3 സീറ്റ് അനുവദിച്ച് കൊടുക്കണമല്ലോ. ഏത് കണക്കിലാണെങ്കിലും BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. സിറ്റി മേഖലകളിലൊക്കെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ 2-3 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ UDFന് ബാക്കി എന്താണുള്ളത്? അപ്പം പെട്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്ടെന്ന് നാടകീയമായി LDFനൊരു മേൽക്കൈ ഉണ്ടാകാൻ തക്ക സംഭവങ്ങൾ എന്താണ്? അതേസമയം UDFനാണെങ്കിൽ അനുകൂലമാകാൻ സാധ്യതയുള്ള ഒരു പിടി സംഭവങ്ങൾ പറയേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. കാരണം LDFന് തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നതല്ലേ കാണുന്നത്. സമീപ ഭൂതകാലം തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് 1 സോളിഡ് പ്ലാങ്ക് എന്ന് പറയാൻ LDFനൊരു കൃത്യമായ തെരഞ്ഞെടുപ്പ് വിഷയമില്ലാതെ വരുന്നു. അപ്പോൾ വികസനം എന്ന് പറയുന്നതിനൊരു പുതുമയില്ല. എക്കാലത്തും പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. അവിടെയാണ് ഈ 110 എന്ന് പറയുന്ന അതിര് കടന്ന അവകാശവാദം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാവൂ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മൾ വിലയിരുത്തുമ്പോൾ UDFന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് CPM തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇവർ ഈ അതിശയോക്തി കലർന്ന തരത്തിൽ ഈ പറഞ്ഞ് അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് അങ്ങ് മാറുകയാണോ എന്ന് സംശയം. ഈ പറയുന്നത് ടാർഗറ്റ് ഗ്രൂപ്പിനോടാണ്. ഈ ടാർഗറ്റ് ഗ്രൂപ്പ് കേരളത്തിലെ വോട്ടർമാരല്ല. ടാർഗറ്റ് ഗ്രൂപ്പ് ഇടതുപക്ഷത്തിൻ്റെ അണികളാണ്. ഇടതുപക്ഷത്തിൻ്റെ അണികളുടെ ആത്മവിശ്വാസം തകരാതെ സംരക്ഷിക്കാൻ ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ ആവശ്യമാണ്. തങ്ങളിതാ ജയിച്ചു വരുന്നു എന്ന് അണികൾക്ക് വാനോളം ആത്മവിശ്വാസം ഉയർത്തി നിർത്താനുള്ള നേതൃത്വത്തിൻ്റെ ഒരു തന്ത്രം എന്നതിൽ കൂടുതലായി ഒന്നും തന്നെ വായിച്ചെടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ കൃത്യമായി പാർട്ടിയുടെ സ്റ്റഡി നടക്കണം. പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ ഡെമോക്രാറ്റിക് സെൻട്രലിസം ആണല്ലോ പാർട്ടിയുടെ ഫങ്ഷണൽ ഡൈനാമിക്സ്. അപ്പോൾ താഴെത്തട്ടിൽ സ്റ്റഡി നടന്ന് താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികൾ മുതൽ ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ചില നിഗമനങ്ങളിലെത്തി വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. മൊത്തത്തിലൊരു നമ്പർ വെറുതെ പറഞ്ഞു വയ്ക്കുന്ന രീതിയിലാണ്, അല്ലാതെ അതിൻ്റെ ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് തന്നെയാണ്. ക്ലെയിമാണ് UDFന് വന്നിട്ടുള്ള 100 എന്നുള്ളത് ക്ലെയിമാണ്. കനകോലു തന്നെ പറയുന്നത് 85 സീറ്റുകൾ എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും കോൺഗ്രസിൻ്റെ അംഗമൊക്കെ കൂടിയായ കനകോലു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കനകോലുവിനെ വിളിച്ചുകൊണ്ട് വരേണ്ട ഗതികേട് കോൺഗ്രസിനുണ്ടായിരുന്നത് മറ്റൊരു കാര്യം. സ്വന്തം തന്ത്രജ്ഞന്മാർക്ക് കണക്ക് കൂട്ടാൻ കഴിയാതെ വെളിയിൽ നിന്ന്, കേരള സംസ്ഥാനത്തിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരേണ്ടി വന്നു എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മധുസൂദൻ മിസ്രിയാണ് കോൺഗ്രസ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ചുമതല മേൽനോട്ടം വഹിക്കാൻ. അത് ഗുജറാത്തിൽ നിന്ന് എത്തേണ്ട ആളാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വന്നത് 2011 പനുവിൽ വന്നപ്പം നാരോ മാർജിനാണ് UDFനുണ്ടായത് എന്നോർക്കണം.
കേവലം 72 സീറ്റുകളുമായിട്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് 2011. അപ്പോൾ ആർക്കും അത്ഭുതങ്ങളൊന്നും കൊണ്ടുവരാനാവില്ല. പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി 2011 കുറച്ചുകൂടി ശക്തമാണ് UDFന് അനുകൂലമാകുന്ന ഒരു വികാരം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ CPMന് അനുകൂലമായി അന്തരീക്ഷം ഉണ്ടാകേണ്ടത് തദ്ദേശത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ സാധ്യതയില്ല. ചരിത്രപരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറ്റ് ഇസ് എ ഗെയിം ഫോർ ഓൾ. അതേസമയം തദ്ദേശം അങ്ങനെയല്ല. അടിസ്ഥാന തലത്തിൽ ജനങ്ങളുമായി സമ്പർക്കം കൂടുതലുള്ളതും പാർട്ടിക്കൂറുള്ളതും സംഘടനാ സംവിധാനമുള്ളതും വർഗ ബഹുജന സംഘടനകളിലൂടെ ആളുകളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നതും LDFന്റെ കാഡറിനാണ്. അങ്ങനെയെങ്കിൽ തദ്ദേശത്തിൽ ഇത്രയുമൊന്നും നേട്ടം ഉണ്ടാക്കിയാൽ പോരാ. തദ്ദേശത്തിൽ 50-50 നിന്നാൽ പോലും UDFന് നിയമസഭയിൽ അഡ്വാൻറ്റേജ് സ്വാഭാവികമായി വെൻ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ തദ്ദേശത്തിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായി. വേണമെങ്കിൽ പറയാം ജില്ലാ പഞ്ചായത്തുകൾ 7 ജില്ലകൾ UDFനും 7 ജില്ലകൾ LDFനും. പക്ഷേ യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളാണ് കുറച്ചുകൂടി കാര്യക്ഷമം. പഞ്ചായത്തുകളിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ കണക്കൂട്ടിയെടുക്കാവുന്നതാണ്. കാരണം ഒരു നേരിയ മാർജിനിലൊക്കെ വിജയിച്ചു വന്നിട്ടുള്ളവർ ഉണ്ട്. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ തരംഗമുണ്ട്. ഭരണവിരുദ്ധമെന്നല്ല, പിണറായി വിരുദ്ധ തരംഗമുണ്ട്. ഇപ്പോൾ 2021 അധികാരത്തിൽ വന്ന് 2ാം വട്ടം, അതിൻ്റെ ഒരു പകുതി ഭാഗം എത്തുമ്പോഴേക്കും നമുക്ക് സ്വർണ്ണക്കടത്ത് വിവാദത്തിലേക്ക് കടന്നു. ഇപ്പം ഭരണം തീരാൻ പോകുമ്പോഴും സ്വർണ്ണക്കടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയ കഥ, അപസർപ്പക കഥ പോലെ അതങ്ങ് ഒലിച്ചുപോയി. അതാണ് CPMന്റെ ഒരു ആശ്വാസം. 2021 അത് ജനം മറന്നുപോയി. അത് ഒരു വിഷയമേ ആയില്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിഷയമായില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നിറം പിടിപ്പിച്ച കഥയല്ല. ഗുണപരമായി 2 സ്വർണമാണ്. 2നും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CPMന്റെ നേതാക്കളൊക്കെ തന്നെയാണ്. എങ്കിലും ഇത് കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള, കൃത്യമായ ഫോക്കസുള്ള ഒരു വിഷയമാണ്. അത് കോടതി സംവിധാനം വളരെ ഗൗരവമായി അതേക്കുറിച്ച് പഠിക്കുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തതിൽ നിന്നും കൃത്യമായി ജനങ്ങളുടെ മനസ്സിൽ സംശയമുണ്ട്. സംശയം ന്യായമായ സംശയമാണ്. CPMൽ നിന്ന നേതാക്കൾ ഇതിൽ ഇൻവോൾവ് ആണ്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തലയൂരി പോകാനാവില്ല. ഈ സ്വപ്ന സുരേഷ് ഉയർത്തിയ ആരോപണങ്ങൾ പുഷ്പം പോലെ അതിജീവിക്കാൻ CPMന് കഴിഞ്ഞു. പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു വ്യക്തി ഉയർത്തിയ ആരോപണങ്ങളല്ല എന്ന് കൂടി ഓർക്കണം. ഇത് കോടതി കണ്ടെത്തിയ കാര്യങ്ങളാണ്. SIT എന്ന് പറയുന്നത് കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളാണ്. അതിൽ എത്രത്തോളം സ്റ്റേറ്റ് പോലീസിനും അന്വേഷണ സംവിധാനങ്ങൾക്കും ട്വിസ്റ്റ് ചെയ്യാനും അനുകൂലമാക്കി മാറ്റാനും CPMന് അനുകൂലമാക്കി മാറ്റാനും ശ്രമിച്ചാലും കയ്യിൽ നിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പറയുന്നത് CPMന് ഒരു പിടിവള്ളി ഇപ്പോഴും ഇല്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് 110? അവിടെയാണ് ആ ഒരു 110 എന്നത് എത്തി നിൽക്കാൻ സാധിക്കാതെ വന്നത്. അത് മാത്രമല്ല ഘടകകക്ഷികൾ, ഈ ഘടകകക്ഷികൾ തമ്മിലുള്ള ഏകോപനം CPI, CPM, കേരള കോൺഗ്രസ് ഉണ്ട് എന്ന് പറയുന്ന ഏകോപനമൊക്കെ ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല. പക്ഷേ UDFൽ ഘടകകക്ഷികൾ അത്ര അസംതൃപ്തി ഇപ്പോൾ കാട്ടുന്നില്ല. UDFൽ കോൺഗ്രസിനുള്ളിൽ ഏകോപനം എക്കാലത്തും വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു ഒരുമ കാണുന്നുണ്ട്. നേതാക്കൾക്കിടയിൽ ഉൾപ്പെടെ തൽക്കാലത്തേക്ക് ഹൈക്കമാൻഡ് ഇടപെട്ടുണ്ടാക്കിയ ഒരു സ്ട്രെയിൻഡ് പീസാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു ബ്രേവ് ഫേസ് പുട്ടപ്പ് ചെയ്യുന്നത് UDF തന്നെയാണ്. BJPയും ബ്രേവ് ഫേസ് പുട്ടപ്പ് ചെയ്യുന്നു. പക്ഷേ BJP ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള സമീപ ഭാവിയിൽ അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി അധികാരത്തിൽ വരുന്നത് ആരെ എന്ന ഡിബേറ്റിൽ UDF LDF എന്നതാണ്. പക്ഷേ എന്നാൽ എത്ര സീറ്റ് കിട്ടും UDFന് ഒരു വിജയസാധ്യത കാണുന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്. രാഷ്ട്രീയ ജ്യോത്സ്യം വശമല്ലാത്തത് കൊണ്ട്, പ്രായോഗിക ചിന്ത മാത്രമാണ് കൈമുതലായി ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് ചിന്തിക്കാൻ ഒക്കുന്ന സ്വാഭാവിക ഒരു പരിണാമം എന്ന നിലയിൽ നമ്പേഴ്സിനെ കുറിച്ച് ഞാൻ കിടക്കില്ല. ഒരിക്കലും അതങ്ങനെ പറഞ്ഞു വെക്കുന്നത് ശരിയുമല്ല. കാരണം അത് ആർക്കും അറിയാത്ത കാര്യമാണ്. ആർക്കാണ് പ്രവചിക്കാൻ കഴിയുക? ഇത് വെറും ഊഹക്കച്ചവടമല്ലേ? അങ്ങനെയല്ല. പക്ഷേ വിഷയങ്ങളുടെ ഒരു മെറിറ്റ് എടുത്തു നോക്കുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങൾ ഒരു ഓൾട്ടർനേറ്റ് മോഡൽ ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. നെഗറ്റിവിസ്റ്റാണ് ക്യാമ്പയിൻ. നോക്കണം, പ്രതിപക്ഷത്തിന് തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായൊരു വികസന മോഡൽ ഒരുപക്ഷെ കൊണ്ടുവരുമായിരിക്കും, ഇനിയുള്ള ദിവസങ്ങളിൽ കൊണ്ടുവരുമായിരിക്കാം. അതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധത മാത്രമാണ് പ്രതിപക്ഷം മുതലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം കുറച്ചുകൂടി കൃത്യമായ അജണ്ട ഫിക്സ് ചെയ്ത് ഡെവലപ്മെൻറ്റ് അജണ്ട കൂടെ ഫിക്സ് ചെയ്യണം. BJP കുറേയൊക്കെ ഡെവലപ്മെൻറ്റ് അജണ്ട ഫിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ഭരണം കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ കൂടുതലും കോൺഗ്രസിലേക്കാണ് സംശീകരിക്കാൻ, അല്ലെ UDFിലേക്കാണ് സംശീകരിക്കുന്നത്. തിരുവനന്തപുരം പോലെ LDFനെ പരാജയപ്പെടുത്താൻ മെച്ചം BJP എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ BJPയിലേക്ക് വോട്ടുകൾ പാർക്ക് ചെയ്യപ്പെടും. ഒരു ട്രെൻഡ് കൂടി ചേർത്ത് പറയേണ്ടതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിൽ പരമ്പരാഗതമായി ഒരു 10%, 15% നിഷ്പക്ഷ വോട്ടുകളുണ്ട്. അവരെങ്ങോട്ടെങ്കിലും ചായാം.
മറ്റ് വോട്ടുകളൊക്കെ പ്രിഡോമിനൻ്റ്ലി ഒന്നുകിൽ പാർട്ടി വോട്ടുകളാണ്, അല്ലെങ്കിൽ പാർട്ടി അനുഭാവ വോട്ടുകളാണ്, അല്ലെങ്കിൽ പരമ്പരാഗതമായ പാർട്ടി കൂറുള്ള വോട്ടുകളാണ്. ഈ 10 ഫെൻസ് സിറ്റേഴ്സ് എന്ന് പറയുന്നത് അതിപ്പോൾ 10-ലധികമായി മാറി. 20% ഫെൻസ് സിറ്റേഴ്സാണ്, ലാസ്റ്റ് മിനിറ്റ് ഡിസിഷൻ എടുക്കുന്നവരാണ്. ഈ ലാസ്റ്റ് മിനിറ്റ് ഡിസിഷൻ എടുക്കുന്നവർ എപ്പോഴും ആൻറ്റി ഇൻകംബൻസിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, പ്രചരണത്തിൻ്റെ ഒരു രീതി അനുസരിച്ച്. അതാണ് ചരിത്രപരമായ വാസ്തവം. കോൺഗ്രസ് ആണ് ആൾക്കൂട്ട പാർട്ടി. ഇത് ആൾക്കൂട്ടത്തിൽ സൈക്കോളജി മുതലാക്കുന്നത് UDF കോൺഗ്രസുമാണ്. LDF കേഡർ പാർട്ടി, കേഡർ സംവിധാനമല്ലേ. അവർക്കുള്ളത് ഫിക്സ്ഡ് പാർട്ടി കൂറുള്ള വോട്ടുകളാണ്. അത് ഒരിടത്തും പോകില്ല. അത് CPM-നും LDF-നും തന്നെ വീഴും. പക്ഷേ UDF-ന് കിട്ടുന്നത് ഒരു വികാരമാണ്. ആ വികാരത്തിൻ്റെ അതാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഈ മൊമെൻറ്റം ഈസ് നൗ വിത്ത് ദി UDF ആൻഡ് കോൺഗ്രസ്. അതുകൊണ്ടാണ് പറയുന്നത് അവർക്കൊരു മേൽക്കൈ ഉണ്ട് എന്ന സൂചന. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻപ് നടന്ന 4-5 ഉപതെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾ, അവിടെ UDF-ന് മെച്ചപ്പെട്ട പ്രകടനം. ഒരിടത്ത് മാത്രം പരാജയപ്പെട്ടു, അപ്പോഴും ചേലക്കരയിൽ മെച്ചപ്പെട്ട പ്രകടനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം. ഇതൊക്കെ തന്നെ മാത്രമേ ബെഞ്ച് മാർക്കായി എടുക്കാനാവൂ. ഇപ്പോഴുള്ള വിഷയങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ തീർച്ചയായും LDF-ന്റെ 110 വലിയ ഒരു വങ്കത്വം നിറഞ്ഞ ഒരു അവകാശവാദം എന്ന് മാത്രമേ പറയാനാവൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.